PIP മീറ്റിംഗിൻ്റെ അധ്യക്ഷനും കർത്തദാസന്മാർക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ ടീം ഗിൽഗാലിൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചുകൊള്ളു. സമയം മുന്നോട്ട് പോയതിനാൽ ആമുഖത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഡയറക്റ്റ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എന്താണ് ഗിൽഗാൽ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം ഞങ്ങളിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗിൽഗാൽ എന്നത് ഒരു സ്ഥലമോ സാഹചര്യമോ. തിരുവഴുത്തിൽ ഗിൽഗാലിനെ പറ്റി എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാം നിങ്ങൾക്കറിയട്ടെ. ഒരു സ്ലൈഡിലൂടെ ഞങ്ങൾ ഗിൽഗാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്ലൈഡ് നിങ്ങൾക്ക് അവതരിപ്പിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു. ഗിൽഗാൽ എന്ന വാക്കിന്റെ അർത്ഥവും ആ സ്ഥലത്തിന് തിരുവചനത്തിലുള്ള പ്രസക്തിയും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നാം അതിനു മുമ്പ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പിതാവായ ദൈവം ചെയ്ത ഒരത്ഭുതം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയുടെ കൽപ്പന പ്രകാരം യോശുവ ഇസ്രായേൽ മക്കളോട് എരിഹോവിലേക്ക് പോകേണ്ടതിന് തയ്യാറെടുത്തുകൊള്ളുവാൻ അറിയിച്ചു. അവർ യാത്ര പുറപ്പെട്ടു. എരിഹോവിലേക്കുള്ള യാത്രാമധ്യേ തടസ്സമായി യോർദാൻ നദിയുണ്ട്. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞ് ഒഴുകും. ഈ സാഹചര്യത്തിൽ അപ്പുറം കടപ്പാൻ പ്രയാസമാണ്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ധൈര്യപ്പെട്ടു. ഔവണ്ണം തന്നെ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ വെള്ളത്തിന് മീതെ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിന്നു. അങ്ങനെ ജനം യോർദാന്റെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ കടന്ന് എരിഹോവിനു മുമ്പേ ഗിൽഗാലിൽ പാളയമടിച്ചു. യോർദാന്റെ ഉണങ്ങിയ നിലത്തു നിന്നെടുത്ത 12 കല്ലുകൾ യോശുവ ഗിൽഗാലിൽ നാട്ടി. അത് വരും തലമുറയ്ക്ക് അടയാളമായി വെച്ചു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ ചെയ്ത ഈ അത്ഭുതം കേട്ട ജാതീയ രാജാക്കന്മാർ ഭയപരവശരായി. അങ്ങനെ ഇസ്രായേൽ മക്കൾ എരിഹോ പിടിച്ചടക്കി. നമ്മുടെ ജീവിതത്തിലും യോർദാന്റെ അവസ്ഥയും എരിഹോ കോട്ടയുടെ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ധൈര്യപ്പെടുക. നിന്ന ഉരുട്ടി നീക്കി നിന്നെ ജയഘോഷം കൊള്ളിക്കുന്ന ഒരു ദൈവം നിനക്ക് മുമ്പായി പോകുന്നു. അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കും. ഗിൽഗാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ആശ്വാസവും വരുവാൻ പോകുന്ന വലിയ ദൈവപ്രവൃത്തിയുടെ മുന്നോടിയുമായി തീരട്ടെ എന്ന ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഗിൽഗാൽ ടീം. അടുത്തതായി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന പാപിനിയായ ഒരു സ്ത്രീ. യേശുവിനാൽ പാപം മോചിക്കപ്പെട്ട് ഒരു വേശ്യ സ്ത്രീയായിരുന്നു അവൾ. ആ കാലയളവിൽ വളരെയേറെ നിന്ദകൾ ഏറ്റുവാങ്ങി ഒരു നീച ജന്മമായിരുന്നു അവളുടേത്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെട്ട അവളെ യേശു കർത്താവ് കണ്ടു. കടുംചുവപ്പായിരുന്ന അവളുടെ പാപങ്ങളെ അവിടുന്ന് മോചിച്ച് അവളെ തൻ്റെ മകളാക്കി. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു യേശുവും പരീശന്മാരും പ്രമാണിമാരും വിലക്കി. ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നു പാപിനിയായ സ്ത്രീയെ യേശു വീണ്ടെടുക്കുന്ന രംഗം. കൊരിന്ത്യർ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം നീചരായിരുന്ന നമ്മയും തിരഞ്ഞെടുത്തു. ദൈവം നമ്മുടെ നിന്ന് നീക്കി തന്റെ ഏകജാതന്റെ രക്തത്താൽ കഴുകി നമ്മെ സ്വപുത്രീ പുത്രന്മാരാക്കി തീർത്തതോർത്താൽ നമ്മുടെ അനുഭവവും ഗിൽഗാലിന് സമം.
ഗിൽഗൽ എന്ന വാക്കിനെ അർത്ഥപൂർണമാക്കുന്ന ഊഷ്മളമായ ഒരു ചിത്രീകരണം കാഴ്ചവെച്ചതിന് വളരെ നന്ദി.